നമസ്കാരം. നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറ് വീർക്കുന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശരിയായിട്ട് ദഹനം നടക്കുന്നില്ല എന്നുള്ളതും മലശോധന ശരിയായിട്ട് വരുന്നില്ല, അതുപോലെ വയറിന് വേദന ഉണ്ടാകുന്നു, ഗ്യാസ് അധികമായി പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഏമ്പക്കം പോലെ വരുന്നു, പുളിച്ചു തകട്ടൽ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, കീഴ്വായു ശല്യം അധികമായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള പരിഹാരം ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ആദിജെ. ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരു ഔഷധം കൊണ്ട് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതേതാണെന്ന് അറിയാനും നമ്മുടെ ഇന്ത്യൻ ക്യൂസീനിൽ നമ്മുടെ രുചിയും മണവും നൽകാൻ ഏറെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു സുഗന്ധ വ്യഞ്ജനമായിട്ടുള്ളതാണ് ഹിംഗു അല്ലെങ്കിൽ അസവോയിറ്റിഡ, കായം എന്നൊക്കെ പറയുന്നത്. ഈ കായത്തിന് തന്നെ രണ്ട് തരത്തിലുണ്ട്. കറിക്കായവും പാൽക്കായവും ഉണ്ട്. പാൽക്കായം വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കറിക്കായം കൊണ്ട് തന്നെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. വായുകോപം തടയുന്നത് മുതൽ സൗന്ദര്യവർദ്ധക ആവശ്യങ്ങൾക്ക് വരെ കായം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെവി വേദന, ആർത്തവ വേദന, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് ഏതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് നമുക്കിതിനെ ഉപകരിക്കും എന്നുള്ളത് നോക്കാം. ദഹന സംബന്ധമായിട്ട് വയറ് വീർക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വയറിന് വേദന തോന്നുന്നു, വയറിന് വളരെയധികം കട്ടിപ്പ് അനുഭവപ്പെടുന്നു, ദഹിക്കാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മോരിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ചെയ്യാൻ പറ്റുന്നതാണ്. 1/4 സ്പൂണ് കായപ്പൊടിയും അതുപോലെ ഇഞ്ചിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ദഹന സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ്. ഇനിയിപ്പം ദഹനം വളരെ പ്രശ്നത്തിലുള്ള അസിഡിറ്റിയൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാലും മതി. അത് ഓരോരുത്തരുടെയും ഗട്ട് ഹെൽത്ത് നോക്കിയിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ആസ്മ സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ആസ്മ രോഗികളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് കായപ്പൊടി അല്പം ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടോടെ തന്നെ കുടിക്കുകയാണെങ്കിൽ ആ ഒരു ശ്വാസം തിങ്ങലും ബുദ്ധിമുട്ടും ആസ്മയുടെ ബുദ്ധിമുട്ടും ഒക്കെ വളരെ പെട്ടെന്ന് മാറ്റുന്നതായിട്ടും കാണാറുണ്ട്. ഹിംഗുഷ്ണം പാചനം രുക്ഷ്യം തീക്ഷ്ണം വാദ ബലാശനുത് ശൂല ഗുൽമോദരാനാഹ കൃമിഗ്നം പിത്തവർദ്ധനം എന്ന് റെഫറൻസിൽ പറയുന്നുണ്ട്. ഇത് ദീപനവും പാചനവുമായിട്ടുള്ളതാണ്. ആർത്തവത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, വിഷഹര ശക്തിയുണ്ട്, അതുപോലെ ബുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് മേധ്യസ്ഥാപന ഔഷധ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർമിനേറ്റീവായി പ്രവർത്തിക്കുന്നതുകൊണ്ട് വയറുപെരുക്കം, വയറുവേദന, ദഹനക്കുറവ് ഇവയൊക്കെ അകറ്റുന്നതിന് കൂടെ മലബന്ധം, ഗുൽമം, മൂത്രതടസ്സം, അപസ്മാരം, അഗ്നിമാന്ദ്യം, ചുമ, ശ്വാസവൈഷമ്യം ഇത്തരം അസുഖങ്ങളൊക്കെ ശമിപ്പിക്കാനുള്ള അണുനാശക ശക്തി അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും അതുപോലെ വേർമിസൈഡ്, ക്രിമിഹര ശക്തിയൊക്കെ ഉള്ളതാണ്. ശ്വാസകോശജന്യ വികാരങ്ങളിൽ പച്ചക്കായം അതേപടിയും ഉദരവികാരങ്ങളിൽ കായം നെയ്യിൽ വറുത്തും കൊടുക്കാനാണ് സാധാരണ പറയാറുള്ളത് ആയുർവേദത്തിൽ. കായം, ഓമം, കടുക്ക, ഇന്ദുപ്പ് ഇവ സമം അളവിലെടുത്ത് ഒന്നിച്ചുണക്കി പൊടിച്ച് 1 ഗ്രാം വീതം കുട്ടികൾക്ക് ആഹാരത്തിന് മുൻപ് കൊടുത്താൽ ദഹനശക്തി വർദ്ധിക്കുമെന്നും പറയുന്നുണ്ട്. അതുപോലെ 1 ഗ്രാം മുതൽ 5 ഗ്രാം വരെ കായം 250 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി എനീമ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വയറിലെയും ഗുദത്തെയും ഒക്കെ ചെറിയ വെളുത്ത കൃമി ഉണ്ടല്ലോ, പിൻവോം ഒക്കെ പോവാൻ വളരെ നല്ലതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കായം ശുദ്ധമാണോ, ശുദ്ധി ചെയ്തതാണോ എന്നുള്ളത് സങ്കോചപ്പെടാറുണ്ട്. അത് മാറ്റാനായിട്ട് ഈ കായം ശുദ്ധി ചെയ്യുന്നത് തന്നെ നെയ്യിൽ നമ്മൾ അതിനെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഇത്തരം ഔഷധ പ്രയോഗങ്ങൾക്ക് ഏറെ നല്ലത്. അസഹ്യമായ ചെവി വേദനയ്ക്ക് വെളുത്തുള്ളി നീരിലോ ഗോമൂത്രത്തിലോ ഒക്കെ അല്പം കായം ഉരച്ച് 1-2 തുള്ളി ചെവിയിൽ ഒഴിച്ചാൽ വേദന ശമനം കാണാറുണ്ട്. അതുപോലെ ആർത്തവം വിഷമകരമായിട്ടും അല്പാൽപമായിട്ടുള്ള ആർത്തവമൊക്കെ ആണെങ്കിൽ 1 ഗ്രാം കായം മുരിങ്ങയുടെ ഇല ചാറിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. ഇനി ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങളിൽ കായവും പടിക്കാരവും 1/2 ഗ്രാം വീതം എടുത്തിട്ട് തേനിൽ ചാലിച്ചു കൊടുത്താലൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കായം, മയമോദകം, കടുക്കത്തോട്, ഇന്ദുപ്പ് സമം പൊടിച്ചത് 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ ആഹാരത്തിന് മുമ്പ് കഴിക്കാമെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടാകും. വയറുവേദന, വയറുപെരുപ്പ്, ദഹനം ബുദ്ധിമുട്ടിലാക്കുന്ന മറ്റുള്ള ലക്ഷണങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഈ ഒരു കൂട്ട് വളരെ സഹായകരമായിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറുവേദനയിൽ കായം വെള്ളത്തിൽ കലക്കി നാഭിയിൽ പുരട്ടിയാൽ വളരെ ആശ്വാസം കിട്ടും. പിന്നെ പുഴുപ്പല്ലിൽ കായം പുരട്ടി വെക്കുന്നതൊക്കെ നല്ലതാണ്.
പൂച്ച കടിച്ചുണ്ടാകുന്ന വിഷത്തിൽ കായം കയ്യോന്നിച്ചാറിൽ അരച്ച് പുറമെ പുരട്ടാൻ ഉപയോഗിക്കാറുണ്ട്. ഹിങ്കു അഷ്ടക ചൂർണം, കായം പുരന്തരാതി ചൂർണം, തികടുകാതി ചൂർണം, ഹിങ്കുവജാതി ചൂർണം, ഹിങ്കു ത്രികാതി ചൂർണം, ഇതൊക്കെ തന്നെ കായം ചേർത്തുണ്ടാക്കിയിട്ടുള്ള പ്രധാന ഔഷധ യോഗങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും കായം ചേർത്തിട്ടുള്ള ചേരുവ നല്ലതാണ്. അതിനായിട്ട് പാവയ്ക്ക തോരനോ മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നതിന് കൂടെ അല്പം കായം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നത് നല്ലതായി. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS എന്നുള്ള ഒരു പ്രശ്നം ഒരുപാട് പേരിൽ കാണുന്നതാണ്. ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാരണം ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നലുള്ളവർ അധികമാണ്. അങ്ങനെയുള്ളവർക്കുള്ള ചികിത്സയിലൊക്കെ തന്നെ ആഹാരത്തിന് മുന്നേ ആയിട്ട് ഈ കായം എടുക്കുന്നത് നല്ലതാണ്. അതിശയകരമായിട്ടുള്ള സൗരഭ്യവും സ്വാദും ഒക്കെ ഉള്ളതുകൊണ്ട് കായത്തിന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അധികം മസാലയും എണ്ണയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്താൽ ഈ കുടൽ സംബന്ധമായിട്ട് വരുന്ന ഒട്ടനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇത് അധികമായി കഴിഞ്ഞാലും ദോഷമാണ്. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വയറിനെ ഹെൽത്തിയാക്കി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമായിരിക്കും. ജേണൽ ഓഫ് ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ എന്നുള്ള ഒരു പഠനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശ്വസന സംബന്ധമായിട്ട് വരുന്ന ഒട്ടനേകം ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന്. കായത്തിൻ്റെ ഒരു ക്ഷാര സ്വഭാവം കാരണം തന്നെ ഇത് ദഹനത്തിന് മാത്രമല്ല നമ്മളെ സഹായിക്കുന്നത്. അസിഡ് അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ, അതിൻ്റെ ആ ഒരു ആസിഡ് റിഫ്ലക്സ് ഉണ്ടല്ലോ, ആ ഒരു കഴിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ നമുക്ക് വായിലൂടെ ആ ഒരു സ്മെല്ലോട് കൂടി പുറത്ത് വരുന്നതൊക്കെ, അതൊക്കെ മാറ്റാനും അതുപോലെ കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ മാറ്റാൻ നല്ലതാണ്. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ മോരിൽ ചേർത്ത് കഴിക്കുകയോ അതല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ പൊടി കലക്കിയിട്ട് കഴിക്കുന്നതോ ഒക്കെ നല്ലതാണ്. ഈ സുഗന്ധവ്യഞ്ജനം അടിവയറ്റിലെ പേശികളെയൊക്കെ ദൃഢമാക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആർത്തവ സംബന്ധമായിട്ട് ഉണ്ടാവുന്ന വേദനകളെയൊക്കെ കുറയ്ക്കാൻ ഏറെ സഹായകരമായിട്ടുള്ളതാണ്. മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് കായം പൊടി ശുദ്ധി ചെയ്ത്, നെയ്യിൽ ശുദ്ധി ചെയ്തെടുത്ത പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിൽ മാറ്റം വരും. അതുവഴി തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ അടിവയറ്റിലൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് കൂടിയാണ്. ഇനി വളരെ നേർത്ത കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ പാൽക്കായം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. അതാണെങ്കിൽ പാലിൽ, അതായത് അമ്മയുടെ പാലിൽ, മുലപ്പാലിൽ ഒന്ന് ഉരച്ചിട്ട് ചെറുതായിട്ടൊന്ന് 1-2 തവണയൊന്ന് കല്ലിൽ ഉരച്ച് കഴിഞ്ഞാൽ അത് പാലുമായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ തേനിൽ ചേർത്തിട്ട് കൊടുക്കാം. ഈ രീതിയിലൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ വളരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമുക്ക് ഗുഹ്യഭാഗത്ത് അതൊന്ന് പുരട്ടിയിട്ടാൽ തന്നെ നല്ല ആശ്വാസം കിട്ടും. ഈ ഉരമരുന്നൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ പാൽക്കായം പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ വയറുവേദനയോ ഗ്യാസ് നിറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് കരയുന്ന പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിലൊക്കെ ഇതുപോലെ നമുക്കൊന്ന് അരച്ച് നാവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പെട്ടെന്ന് മാറ്റാൻ പറ്റും. നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും വെള്ളം കുടിക്കുന്നതൊക്കെ ചെറിയ റിസ്ക്കും ഉണ്ട്. കൂടുതൽ അളവിൽ കായം ഒരു ദിവസം കുടിച്ചാൽ ചിലപ്പോൾ ദഹന പ്രശ്നത്തിന് കാരണമാവും. അല്ലെങ്കിൽ വയറിളക്കം, ദീർഘകാലം ഒരേ അളവിൽ കൂടിയ അളവിലൊക്കെ ഉപയോഗിച്ചാൽ ചർമ്മത്തിൽ പാടുകളൊക്കെ വരാനോ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാവാനോ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. അത് ഏത് സാധനമായാലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ ശരിയായ അളവിലല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, എത്ര നാച്ചുറൽ സാധനമായി കഴിഞ്ഞാൽ പോലും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, മിതമായ അളവിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വീട്ടുവൈദ്യം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് കാലത്തൊക്കെ തന്നെ അധിക മരുന്നുകളെയൊന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത കാലത്തൊക്കെ പാൽക്കായം ഉണ്ടാവില്ല, ചെറിയ കുഞ്ഞുങ്ങളൊന്നും ഉള്ളവരാണെങ്കിൽ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മെഡിസിനെ മാത്രം ആശ്രയിച്ചല്ലേ കഴിയുന്നത്. ഇതുപോലുള്ള നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ പാചകത്തിനെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു കായം തന്നെ മതി ഇത്തരം മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.